हमू काका बाबाना हमू मामा भोयना हमू काका बाबाना पोरा रे टिमली मारमिये ए हमू मामा भोयना पोरा रे हमू गपूली रमिये हमू टिमली मारमिये हमू गपूली रमिये हमू हाटो मारमिये हमू मेला मारमिये हमू काका बाबाना पोरा रे टिमली मारमिये हमू मामा भोयना पोरा रे हमू टिमली मारमिये നമസ്കാരം സർ. പ്രൊഫസർ നക്ഷത്ര ലക്ഷ്മി സർ നക്ഷത്ര രണ്ടാമതാണ്, ലക്ഷ്മിയാണ് ആദ്യം. ലക്ഷ്മി നക്ഷത്ര. നക്ഷത്ര ആദ്യം കിടന്ന് കടിക്കും. നക്ഷത്ര ബംഗ്ലാവ് എന്ന് കേട്ടിട്ടുണ്ട്, നക്ഷത്ര മത്സ്യം എന്ന് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നക്ഷത്ര ലക്ഷ്മി എന്ന് ഞാൻ കേൾക്കുന്നത്. അല്ല സർ, എന്താ ഇവിടെ? എന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ 54 വർഷമായി ഞാൻ സിനിമയിൽ വന്നിട്ട് നസീറിന്റെയും സത്യന്റെയും മധുവിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നിങ്ങൾ എന്റെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു വിഷമം എനിക്കുണ്ട്. അല്ല എന്താ സർ ഞങ്ങൾ മൈൻഡ് കുറെ സീരിയൽ അഭിനയിക്കുന്ന സീരിയൽ നടന്മാരും വളപ്പുകൾ പറഞ്ഞു നടക്കുന്ന കോമഡി നടന്മാരേക്ക് വിളിച്ച് നിങ്ങൾ സ്റ്റാർ മാജിക്കിൽ അഭിനയിപ്പിക്കുന്നു. എന്നിട്ട് ഇന്ന് വരെ എന്നെ ഇതിനകത്ത് വിളിക്കാത്തത് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അല്ല സർ, ഇതെന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് എല്ലാരും ഗെയിം, ബലൂൺ ചവിട്ടിപ്പൊടിക്കുക, അങ്ങനെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള. ഞാനും ബലൂൺ ചവിട്ടി പൊട്ടിക്കും. കുട്ടിക്ക് ഒരു കാര്യം അറിയാമോ? ബലൂൺ ചവിട്ടി പൊട്ടിച്ചതിന് കഴിഞ്ഞ 7 ദിവസം ഞാൻ റിമാൻഡിലായിരുന്നു. അല്ല സർ, ഈ ബലൂണൊക്കെ ചവിട്ടി പൊടിച്ചെന്തിനാ റിമാൻഡിലാണ്? ഏത് ഷോയിലായിരുന്നു? ഷോയിലല്ല, ഉത്സവപ്പറമ്പിൽ വിൽക്കാൻ വെച്ചിരുന്ന ബലൂനെ മുഴുവനും ഞാൻ ചവിട്ടി പൊട്ടിച്ചു. അങ്ങനെ പോലീസ് എന്നെ പിടിച്ചു. ഇനി എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, പറന്നു വരുന്ന പാരച്യൂട്ടിനെ കുത്തിപ്പൊട്ടിക്കണം, കടിച്ച് വലിച്ച് കീറണം. പിന്നെ ബെൻസുകാരന്റെ നമ്മളെ എയർബാഗിനെ കുത്തി കീറണം. ഇതൊക്കെയാണ് ഇനി എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ. ഇത്രയും കഴിവുള്ള എന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വിളിച്ചില്ല? എനിക്ക് വിഷമമുണ്ട്, ഞാൻ കരയും. അല്ല സാർ, ശരിക്കും ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർ മാജിക് കാണാറുണ്ട്. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. സ്റ്റാർ മാജിക്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെന്നറിയാം? പ്രൊഫസർ തങ്കച്ചൻ. എനിക്കിഷ്ടം, ഏറ്റവും ഇഷ്ടം പ്രൊഫസർ തങ്കുവിനെയാണ്. 10ാം ക്ലാസ്സിൽ ഇതുവരെ പാസ്സായിട്ടില്ല പ്രൊഫസറാ. അതെ, അവനുണ്ടായിരുന്നു, ഇപ്പൊ തലയടിച്ച് ചത്തേനെ. ഞാൻ അങ്ങനെയാണ്. പിന്നെ രണ്ടാമത് ഇഷ്ടം ആരെയാണെന്ന് അറിയാമോ? പ്രൊഫസർ കൊല്ലം സുധി. ആ പച്ച പാന്റ് ഇട്ടോണ്ട് വന്നു നിന്ന പ്രൊഫസർ വരെ വന്നങ്ങോട്ട് നിന്നാ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പ്രൊഫസർ സുധിയെ എനിക്കൊന്ന് കാണണമായിരുന്നു പേഴ്സണലായിട്ട്. നേരത്തെ പരിചയമുണ്ടോ? നേരത്തെ പരിചയമുണ്ട്. എങ്ങനെ? കുങ്കുമപ്പൂവിന്റെ ലൊക്കേഷനിൽ വന്നിട്ട് വിളിക്കാൻ വേണ്ടി കുറച്ച് കുങ്കുമപ്പൂ കടം തരുമോ എന്ന് ചോദിച്ചു. കൊടുത്തു, ഒരുപാട് കൊടുത്തു. എന്നിട്ട് വെളുത്തോ? ഇല്ല, അവന് കൊടുത്തു, ഞാൻ വെളുത്തു, എന്റെ പോക്കറ്റ് വെളുത്തു. എന്നിട്ട് അവൻ വെളുത്തില്ല. അവൻ എനിക്കൊന്ന് കാണണം. പിന്നെ പ്രൊഫസർ ശാലിനി, സുഖം തന്നെയല്ലേ? അയ്യോ, ശാലിനി അല്ല, പ്രൊഫസർ ശാലിനി. എന്നിട്ട് വിശേഷം? അത് മൃദുലയാണ് സർ. പ്രൊഫസർ ശാലിനി പടങ്ങളൊക്കെ ഉണ്ടോ? ഐശ്വര്യാണത്. പ്രൊഫസർ ശാലിനി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പ്രൊഫസർ ശാലിനിയെ സീരിയലിൽ കാണാറില്ലല്ലോ. അനുജ. എന്താണ് സർ, ഇവർക്കൊക്കെ വേറെ വേറെ പേരാ. എന്താ എല്ലാരും ശാലിനി എന്ന് വിളിക്കണേ? കൊച്ചു പെൺകുട്ടികളെ കണ്ടാൽ ഞാൻ പ്രൊഫസർ ശാലിനി എന്നേ വിളിക്കും. എന്തുണ്ട് പ്രൊഫസർ ജയന്തി? അല്ല സർ, എന്താ ഒരാൾക്ക് മാത്രം വേറെ പേര്, ഇവിടെ മാത്രം ജയന്തി? 65 വയസ്സിന് മേലുള്ളവരെല്ലാം എനിക്ക് പ്രൊഫസർ ജയന്തിയാണ്. പ്രൊഫസർ ജയന്തി, എനിക്കൊരു കാര്യം പറയാൻ. അറിയാമല്ലോ, 150 സിനിമകൾ നീ എന്നോട് അഭിനയിച്ചിട്ട് നീ ഒരു സീനിയറാണ്. സത്യന്റെ നായികയായിട്ട് നീ അഭിനയിച്ചത് ഇവർക്കാർക്കും അറിയത്തില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ പ്രൊഫസർ ജയന്തി ന്യൂസ് പേപ്പർ ബോയ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. അതിലെ നായികയായിരുന്നു. അതെന്താ സർ? ബുക്ക് എഴുതാൻ വേണ്ടി പേന വാങ്ങാൻ പോയ സമയത്തിന് വേറൊരു പെണ്ണ് കയറി അഭിനയിച്ചു. അല്ലെങ്കിൽ സത്യനോടൊപ്പം നായികയായിട്ട് അഭിനയിക്കേണ്ട കുട്ടിയാണ്. നിനക്കെങ്കിലും പറഞ്ഞൂടെ കുട്ടി, എന്നെ സ്റ്റാർ മാജിക്കിൽ എടുക്കാൻ? നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചതല്ലേ, ഒരേ വയസ്സല്ലേ? നിങ്ങൾ തമ്മിൽ അത്ര പരിചയമാണോ? നേഴ്സറി തൊട്ട് പഠിച്ചതാണ്. ഈ നിൽക്കുന്ന വെളുപ്പേ ഉള്ളൂ, മൊത്തം ഡൈ ഡൈ ഡൈ. അല്ല സർ, നമ്മള് ഇപ്പൊ സ്റ്റാർ മാജിക്കില് സാറിനെ എടുക്കാന്ന് വിചാരിക്കുക, പക്ഷെ ഗെയിം കളിക്കേണ്ടി വരും. ഓരോ എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞ് മാറിക്കാൻ പറ്റും. ഗെയിം കളിക്കേണ്ടി വരും. ഈ പരിപാടി എന്ന് പറഞ്ഞാൽ പിള്ളേർക്കുള്ള ഇവിടെ വന്ന് ഞാൻ ഗെയിം കളിക്കണം സാറേ. ഗെയിം കളിച്ചാലേ. അയ്യോ, ഗെയിം കളിക്കുന്ന പയ്യനെ കണ്ടോ? ഇന്ന് വരെ എന്തെങ്കിലും ഗെയിം ഇവ കളിച്ചിട്ടുണ്ടോ? ഇവിടെയുള്ള ഓക്സിജൻ മുഴുവനും വലിച്ചു കയറ്റി മറ്റുള്ളവരെ ശ്വാസം പിടിക്കാൻ വേണ്ടി വന്ന മനുഷ്യ ജന്തു ഇല്ലേ?
ഗെയിം കളിക്കാൻ സാറേ, അത് അങ്ങനെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഗെയിമിന്റെ കാര്യം പറഞ്ഞപ്പോ അവനെ ആക്ഷേപിച്ചിരുത്തി. അങ്ങനെയല്ല സാറേ, അങ്ങനെ ഞങ്ങളൊക്കെ പറഞ്ഞ പോലെ കൗണ്ടർ അടിക്കും സാറേ. സ്പോട്ടിൽ? സ്പോട്ടിൽ കൗണ്ടർ അടിക്കണം. ഞങ്ങളൊക്കെ പറയുന്നത് പോലെ കൗണ്ടർ അടി ഞാനൊക്കെ പറയുന്നത് കൗണ്ടർ അടിക്കണം. നിന്റെ കൗണ്ടറിന്റെ മഹത്വം എന്താണെന്ന് എനിക്കറിയാം. എന്തുവാ? ക്രിസ്മസിന് കിട്ടിയ ബുക്ക് നീ എന്തെങ്കിലും കൗണ്ടർ അടിച്ചിട്ട് അതിന്റെ അടിയിൽ എഴുതി വെക്കണം, ഞാൻ പറയുന്നത് കൗണ്ടർ. ചാവടാ പോയി. പക്ഷെ അങ്ങനെയാണെങ്കിൽ സാർ ഡാൻസ് കളിക്കണം. ഡാൻസ് കളിക്കാൻ എന്റെ അന്തസ് എന്നെ അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ ജിമ്മെങ്കിലും ആയിരിക്കണം എന്നെ പോലെ. എന്തിനടാ ബുദ്ധി ഇല്ലാതെ ജിം അടിച്ചിട്ട് കാര്യമില്ല. ഇരിയോ അല്ല സർ, അല്ലെങ്കിൽ സാർ ഗെയിം കളിക്കൂ. ഗെയിം കളിക്കുന്ന മസ്റ്റ് ആണ് സർ. ഗെയിം കളിക്കാൻ എന്റെ അന്തസ് എന്നെ അനുവദിക്കുന്നു. അല്ലെങ്കിൽ പാട്ട് പാടണം. അയ്യോ, KS ചിത്രയെ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടു വായിക്കാത്ത ഐസ് വിട്ടിട്ട് പാടിയ പാട്ട്, അതിനെന്റെ അന്തസ് അനുവദിക്കുന്നില്ല. അപ്പൊ ഗെയിം കളിക്കാൻ സാറിന്റെ അന്തസ് അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ സാർ ഒരു കാര്യം ചെയ്യണം. പറയൂ. നമ്മുടെ തങ്കത്തിറക്ക ചെയ്യുന്ന ഒരു ക്യാരക്ടർ എൻട്രി ഉണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റും. അതിന്റെ പേര് ക്യാരക്ടർ എൻട്രി എന്നാണ്. അതെ, അതിന്റെ പേര് കോപ്രായം എന്നല്ലേ? ആ കോപ്രായം കാണിക്കാനും എന്റെ അന്തസ് അനുവദിക്കുന്നില്ല. ഞാനൊരു റിട്ടയർഡ് മിലിറ്ററിയാണ്. പിന്നെന്താ ചെയ്യേണ്ടത്? അല്ല സർ, എന്താ? പ്ലീസ്, സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് നമ്മൾ ഗെയിം കളിക്കാൻ പറഞ്ഞപ്പോ സാറിന് അന്തസ് അതിന് അനുവദിക്കണില്ല. ഡാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോ അതിനും അന്തസ് അനുവദിക്കണില്ല. പാട്ട് പാടാൻ പറഞ്ഞു, അതും പറ്റില്ല. അല്ല സാർ, എന്നൊരു ക്യാരക്ടർ എൻട്രി എന്ന് പറഞ്ഞപ്പോ അതൊരു കോപ്രായം, അതിനും സാറിന് അന്തസ് അനുവദിക്കണില്ല എന്ന് പറഞ്ഞു. അല്ല പിന്നെ സാർ സ്റ്റാർ മാജിക്കിൽ വന്നത് എന്തിനാണാവോ? പട്ടിണി കിടക്കാൻ എന്റെ അന്തസ് അനുവദിക്കുന്നില്ല. എന്തെങ്കിലും തന്ന് എന്നെ ഇവിടെ ഇരുത്തണം. നക്ഷത്രലക്ഷ്മി ഒന്ന് മനസ്സ് വെച്ചാൽ ഞാൻ സ്റ്റാർ മാജിക്കിൽ കിടക്കും. എങ്ങനെ സർ? ആങ്കറാക്ട് ചെയ്താൽ സൂപ്പർ ആയിരിക്കില്ലേ? അല്ല സർ, ഞാൻ വേണമെങ്കിൽ മനസ്സൊക്കെ വെക്കാം, പക്ഷേ എന്റെ അന്തസ് അതിന് എന്തോ അനുവദിക്കുന്നില്ല. ആരെങ്കിലും ഒരു വണ്ടി വിടാൻ പറയുമോ? കുതിരവട്ടത്ത് പോരാന്നോ സാറേ? അല്ല, ഇവിടെ നിന്ന് പുഴുക്കാൻ എന്റെ അന്തസ് അനുവദിക്കുന്നില്ല. हमू काका बाबा ना पुरा रे हम टिमली मारमिए ए हमू मामा कोई ना पुरा रे हम गपूली रमिए हमू टिमली मारमिए हमू गपूली रमिए